നീൽ ജോൺ സാമുവൽ. ഒറ്റ രാത്രി കൊണ്ട് നമുക്ക് കിട്ടാൻ പോകുന്നത് ലക്ഷങ്ങൾ. പണം നൽകുന്ന പണികൾ. മാലിദ്വീപിലെ ആഘോഷത്തിൽ റോമ. ഗുരുശിഷ്യന്മാരുടെ കൂട്ടായ്മയിൽ ഒരു ചിത്രം. മറുജന്മക്കരകളിൽ യുഗങ്ങൾക്കു മുമ്പൊരോർമ്മ ചിമിഴിലി പ്രിയരൂപം പതിഞ്ഞീരും. ഞാൻ സഞ്ചരിക്കുന്ന വഴികൾ. അവിചാരിതമായി ഒരു ബാഗ് നിറയെ പണം ലഭിച്ചാൽ നാം എന്തു ചെയ്യും? പലരും പല വഴിക്കായിരിക്കാം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. ഇതിൽ നന്മയുടെയും തിന്മയുടെയും പ്രവൃത്തികൾ കാണാം. പക്ഷേ ചിലപ്പോഴെങ്കിലും പണം ചില പണികൾ തിരിച്ചു നൽകും. ആ കാഴ്ചയാണ് മണിരത്നം എന്ന ചിത്രം. ചിത്രം ഒരു റോഡ് മൂവിയാണ്. ഫഹദിന്റെ ഏറ്റവും പുതിയ കഥാപാത്രമാണ് നീൽ ജോൺ സാമുവൽ. മൂന്നാറിൽ നിന്ന് മറയൂരിലേക്കുള്ള ഒരു ദിവസത്തെ യാത്രയിൽ നീൽ ജോൺ സാമുവിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന വഴിത്തിരിവുകളാണ് മണിരത്നം എന്ന ചിത്രം പറയുന്നത്. എറണാകുളത്തെ പ്രമുഖ ഷോറൂമിലെ എക്സിക്യൂട്ടീവായി ജോലി ചെയ്യുന്ന നീൽ ജോൺ സാമുവൽ ന്യൂ ഇയർ പാർട്ടിക്കിടെ അവിചാരിതമായി ഒരു ബാഗ് നിറയെ പണം കിട്ടുന്നു. അത് ചില പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നു. മണിരത്നം റോഡ് മൂവി ഗണത്തിൽപ്പെടുത്താവുന്ന ചിത്രമാണ്. കോമഡി ത്രില്ലർ എന്നും ചിത്രത്തെ വിശേഷിപ്പിക്കാം. നിവേദ തോമസ് ആണ് ഫഹദിന് നായികയായി എത്തുന്നത്. മാമുക്കോയ, രഞ്ജി പണിക്കർ, ജോജോ തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നു. അനിൽ നാരായണനും അജിത് സി ലോകേഷും ചേർന്നാണ് ചിത്രത്തിന്റെ തിരക്കഥ രചിച്ചിരിക്കുന്നത്. ഞാനാരാന്ന് മനസ്സിലായോടാ? ദാസ്, മകുടി ദാസ്. എന്റെ കൂടെ നിർത്തിക്കാൻ നീ ആരാടി? കേരള സർക്കാരോ? സാധനം വണ്ടിക്കത്തിരിപ്പുള്ളൂ. എന്ത് പേര്? ഐസക്. ഇതാണല്ലേ ഐസക്? ആ സാറേ ജോപ്പനാണ്. കണ്ണമാലി എന്തായി ജോപ്പ? വല്ല നടക്കോ? ഉദുമൽപേട്ട്, പൊള്ളാച്ചി, എറണാകുളം, ഷോളയാർ എന്നിവിടങ്ങളിലായിരുന്നു ചിത്രീകരണം. സെഞ്ചുറി ഫിലിംസിന്റെ 100ാമത്തെ ചിത്രമാണ് മണിരത്നം. ഗ്രീൻ ജെറാൾഡ്. ബെൽജിയം മാർക്കറ്റിൽ ഇന്ന് ഇതിന്റെ വില ഏകദേശം $5 മില്യൺ വരും. വിദേശ പശ്ചാത്തലം കഥയ്ക്ക് അനിവാര്യമായ ചിത്രമാണ് നമസ്തേ ബാലി. ചിത്രത്തിന്റെ ഭൂരിഭാഗവും ഒരുക്കിയിരിക്കുന്നത് ബാലി ദ്വീപിലാണ്. ചിത്രത്തിൽ സ്ത്രീ കഥാപാത്രത്തിന് പ്രാധാന്യമുള്ള കഥാപാത്രമായി റോമ പ്രധാന കഥാപാത്രമായി എത്തുന്നു. എന്തിനോടും മുഖം നോക്കാതെ പ്രതികരിക്കുന്ന കഥാപാത്രമാണ് റോമയ്ക്ക്. നമ്മുടെ പരീക്ഷയെല്ലാം ഭൂമി മേൽ
നോട്ട്ബുക്കിലൂടെ എത്തി, ചോക്ലേറ്റ് തുടങ്ങിയ ചിത്രങ്ങളിലൂടെ മലയാളത്തിൽ ശ്രദ്ധേയയായ യുവനടിയായി പേരെടുത്ത റോമ ഗ്രാൻഡ് മാസ്റ്ററിലെ വേഷത്തിന് ശേഷം മലയാള സിനിമയിൽ നിന്നും കുറച്ചുകാലം വിട്ടുനിന്നു. ഇടക്കാലത്ത് നൃത്തത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച റോമ നമസ്തേ ബാലിയിലെ കഥാപാത്രം സ്വീകരിച്ചത് ആ കഥാപാത്രത്തിന് ചിത്രത്തിലുള്ള പ്രാധാന്യം കണക്കിലെടുത്താണ്. തികച്ചും സ്ത്രീ കേന്ദ്രീകൃതമായ കഥയാണ് നമസ്തേ ബാലിയിലൂടെ നവാഗതനായ സംവിധായകൻ ബിജോയ് അവതരിപ്പിക്കുന്നത്. ഏതാനും ഭാഗങ്ങൾ കൊച്ചിയിൽ ചിത്രീകരിച്ച ശേഷം ചിത്രത്തിന്റെ നല്ലൊരു പങ്കും ബാലിയിലാണ് ഒരുക്കിയത്. പുതുതലമുറയിലെ ശ്രദ്ധേയരായ താരങ്ങളും പുതുമുഖങ്ങളും മുതിർന്ന താരങ്ങളും ചിത്രത്തിലുണ്ട്. അജു വർഗീസ് ചിത്രത്തിൽ റോമയ്ക്ക് നായകനാകുന്നു. മനോജ് കെ ജയനും ചിത്രത്തിൽ പ്രാധാന്യമേറിയ വേഷത്തിലുണ്ട്. ദേവൻ, നീനാകുറുപ്പ്, സുനിൽ സുഗത, ബാലതാരം ഗൗരവ് മേനോൻ എന്നിവരും പ്രാധാന്യമേറിയ വേഷത്തിൽ തന്നെയാണ് ചിത്രത്തിൽ. സ്ത്രീ കഥാപാത്രത്തിന് പ്രാധാന്യമേറെയുള്ള കഥയിൽ അന്നമ്മ എന്ന കഥാപാത്രമാണ് റോമയ്ക്ക്. കേരളത്തിൽ നിന്ന് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ബാലിദ്വീപിൽ എത്തുന്ന പെൺകുട്ടിയാണ് അന്നമ്മ. എന്തും ആരോടും തുറന്നു പറയുന്ന പ്രകൃതം. സാമ്പത്തികമായി നല്ല അടിത്തറയുള്ള കുടുംബത്തിലാണ് ജനനം. ബാലിദ്വീപിൽ എത്തിയ അന്നമ്മ 4 മലയാളി ചെറുപ്പക്കാരുമായി പരിചയപ്പെടുന്നിടത്ത് കഥ വളരുന്നു. പണക്കുതിയനായ ഒരു അച്ഛൻ്റെ മകൻ ചാണ്ടി എന്ന കഥാപാത്രത്തെയാണ് അജു അവതരിപ്പിക്കുന്നത്. മകന്റെ സ്ത്രീധനത്തിലൂടെ കാശുകാരനാകാം എന്ന കണക്കുകൂട്ടലുള്ള ചാണ്ടിയുടെ അച്ഛൻ കഥാപാത്രമാണ് സുനിൽ സുഗതയ്ക്ക്. ദേവനും നീനാകുറുപ്പുമാണ് അന്നമ്മയുടെ അച്ഛനും അമ്മയുമാകുന്നത്. ദിനിൽ ബാബുവും ദേവദാസും ചേർന്നാണ് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. ശിഷ്യൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ഗുരു അഭിനേതാവായി എത്തുമ്പോൾ ഈ ഗുരുവിൻ്റെ മറ്റൊരു ശിഷ്യൻ അഭിനേതാവായി കഥാപാത്രമായി ഈ ചിത്രത്തിൽ അണിചേരുന്നു. ഓർമ്മയുണ്ടോ ഈ മുഖം എന്ന ചിത്രത്തിനാണ് ഈ അപൂർവത. വിനീത് ശ്രീനിവാസനും അജു വർഗീസും അഭിനയ നിരയിൽ നിൽക്കുമ്പോൾ അൻവർ സാദിഖാണ് സംവിധായകൻ. വിനീത് ശ്രീനിവാസനോടൊപ്പം സഹസംവിധായകനായി പ്രവർത്തിച്ചിരുന്ന അൻവർ സാദിഖ് സ്വതന്ത്ര സംവിധായകനാവുകയാണ് ഓർമ്മയുണ്ടോ ഈ മുഖം എന്ന ചിത്രത്തിലൂടെ. ഒരു മെട്രോ നഗരത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രണയകഥ അവതരിപ്പിക്കുന്ന ചിത്രത്തിൽ പ്രധാന കഥാപാത്രമായ ഗൗതത്തെ വിനീത് ശ്രീനിവാസൻ അവതരിപ്പിക്കുന്നു. ഒപ്പം അജു വർഗീസ് വിനീത് അവതരിപ്പിക്കുന്ന യുവ ബിസിനസ്സുകാരന്റെ കമ്പനിയിലെ മാർക്കറ്റിംഗ് മാനേജറായി എത്തുന്നു. നമിത പ്രമോദാണ് നായിക. കുടുംബ ബന്ധങ്ങൾക്ക് പ്രാധാന്യം നൽകിയാണ് ചിത്രത്തിന്റെ കഥാവികാസം. വസുന്ധരാദേവിയാണ് ചിത്രത്തിലെ പ്രധാന കുടുംബിനി. ഒരു കുടുംബം ഒറ്റയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടുന്ന ചുമതലയായിരുന്നു വസുന്ധരയ്ക്ക്. സ്വന്തമായി ഒരു കമ്പനി നടത്തുന്ന വസുന്ധര മകൻ ഗൗതത്തിനെ തൻ്റെ സ്ഥാപനത്തിൻ്റെ ഉത്തരവാദിത്വം കൈമാറുന്ന സമയത്ത് നിത്യ എന്ന പെൺകുട്ടി ഗൗതത്തിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. തുടർന്ന് സംഭവിക്കുന്ന കാഴ്ചകളിലൂടെയാണ് ചിത്രം കഥ പൂർണ്ണമാക്കുന്നത്. രോഹിണിയാണ് ചിത്രത്തിൽ വസുന്ധരയെ അവതരിപ്പിക്കുന്നത്.
നമിത പ്രമോദ് നിത്യയായി എത്തുന്നു. അപൂർവൻ എന്ന കഥാപാത്രമാണ് അജു വർഗീസിനെ. മുകേഷ്, മുക്ത, ഇടവേള ബാബു, ലക്ഷ്മി തുടങ്ങിയവർ വിവിധ കഥാപാത്രങ്ങളായി ചിത്രത്തിലുണ്ട്. വിനീത് ശ്രീനിവാസൻ, മനു മഞ്ജിത്ത് തുടങ്ങിയവരുടേതാണ് ഗാനങ്ങൾ. ഷാൻ റഹ്മാൻ ഈണമിട്ടിരിക്കുന്നു. ജിത്തു ദാമോദരൻ്റേതാണ് ഛായാഗ്രഹണം. ജെയ്സൺ ഇളങ്കുളം ചിത്രം നിർമ്മിക്കുന്നു. ഞാൻ എന്ന രഞ്ജിത്ത് സിനിമാ ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അനുകൂലിച്ചും പ്രതികൂലിച്ചും അഭിപ്രായ പ്രകടനങ്ങൾ ഒട്ടനവധിയാണ്. യഥാർത്ഥത്തിൽ ഞാൻ എന്ന സിനിമയുടെ കാഴ്ചയും കാഴ്ചപ്പാടുകളും വെല്ലുവിളികളും എന്തൊക്കെയാണ്? ഞാനിലേക്ക് ഇറങ്ങിച്ചെല്ലാം. ഒറ്റവാക്കിൽ ഞാൻ സംവിധായകന്റെ സിനിമയാണെന്ന് വിലയിരുത്താം. ടി.പി. രാജീവിന്റെ KTN കോട്ടൂർ എഴുത്തും ജീവിതവും എന്ന സ്വാതന്ത്ര്യപൂർവ്വ കേരള ചരിത്രത്തിലെ ഒരു പ്രത്യേക കാലത്തെ അടയാളപ്പെടുത്തുന്ന ദീർഘമായ നോവലിനെ വെള്ളിത്തിരയിലേക്ക് പറിച്ചു നടുക എന്നത് വെല്ലുവിളി തന്നെയാണ്. ഈ വെല്ലുവിളിയിൽ സിനിമയെന്ന മാധ്യമത്തിന്റെ വിനോദ സാധ്യതകളോട് വിട്ടുവീഴ്ച ചെയ്യാനാവാതെ വരുന്നതുകൊണ്ടുള്ള പ്രതിസന്ധി ഞാൻ നേരിടുന്നുണ്ട്. KT നാരായണൻ നായർ എന്ന തത്വചിന്തകനായ മനുഷ്യന്റെ സ്വത്വാന്വേഷണങ്ങളുടെയും സാമൂഹ്യ ഇടപെടലുകളുടെയും കഥയാണ് ചിത്രം പങ്കിടുന്നത്. പ്രസ്ഥാനങ്ങളും സംഘടനകളും വ്യക്തികളെ അടിമകളാക്കുകയും സ്വതന്ത്ര ചിന്ത എന്നത് വിലക്കുകയും ചെയ്യുന്നു എന്നത് കൗശലത്തോടെ കാഴ്ചകളാക്കുകയാണ് ഞാൻ എന്ന ചിത്രം. കോടതി കേറിയിട്ടല്ല, കോടതി നടത്തിയിട്ടാ ശീലം വലിയഞ്ചേരിക്ക്. നമ്മളെന്ന വാക്കിന് പകരം ഞാൻ എന്ന നേതാവ് പറയാൻ തുടങ്ങുമ്പോൾ അത് വികൃതമാവാൻ പോകുന്ന വരും കാലത്തിന്റെ മുഖം കാട്ടിത്തരും. നീ കമ്മ്യൂണിസ്റ്റാണ്. ഞാൻ കമ്മ്യൂണിസ്റ്റ് അല്ല, ഞാനൊരു മനുഷ്യസ്നേഹി മാത്രമാണ്. ഇന്ന് നിന്റെ വർഗം തൊണ്ടകീറി പറയുന്നത് ഇന്ന് വിശ്വസിക്കണം, നാളെ മാറ്റി പറയുമ്പോ അതും വിശ്വസിക്കണം. ചരിത്ര ചിത്രം, രാഷ്ട്രീയ സിനിമ എന്നീ വിശേഷണങ്ങൾക്കുമപ്പുറം സാമൂഹ്യ സാഹചര്യങ്ങളോട് പരമാവധി സത്യസന്ധത പുലർത്താൻ ശ്രമിച്ചിരിക്കുന്ന ഗൗരവമുള്ള ചിത്രമാണ് ഞാൻ. ഒരു നാടകത്തിന്റെ ചട്ടക്കൂട്ടിൽ സിനിമയുടെ കഥ പറയുക എന്ന തന്ത്രമാണ് സംവിധായകൻ കൈക്കൊണ്ടിരിക്കുന്നത്. ചരിത്രവും സ്വാതന്ത്ര്യ സമരവും വടക്കൻ മലബാറിന്റെ പുരാവൃത്തങ്ങളും ഇഴചേർത്തുകൊണ്ട് എഴുതിയ ഒരു നോവലിനെ ഫേസ്ബുക്കും വാട്സപ്പും വാഴുന്ന കാലത്തേക്ക് സംവിധായകൻ പറിച്ചു നട്ടിരിക്കുകയാണ്. ചിത്രലേഖ ചതുരയാം നിശാദേവി ചമയ്ക്കുന്ന സ്വപ്ന ചിത്ര ചുരുളിനുള്ളിൽ മറുജന്മക്കരകളിൽ യുഗങ്ങൾക്കു മുമ്പൊരോർമ്മ ചിമിഴിലി പ്രിയ രൂപം പതിഞ്ഞിരുന്നു. വെറും മർത്യമിഴികളാലഗോചരമനുരാഗ ലിപികളാലെഴുതിയ ഹൃദയ കാവ്യം. ഭൂതകാലത്തു നിന്നും വർത്തമാനകാലത്തിലേക്കും തിരിച്ചും സീനുകൾ സഞ്ചരിച്ച് കാലത്തിലൂടെയുള്ള സഞ്ചാരം സാധ്യമാക്കിയിരിക്കുകയാണ് ചിത്രത്തിൽ. മിക്ക അഭിനേതാക്കളും വർത്തമാനകാലത്തെയും ഭൂതകാലത്തെയും ഓരോ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്ന ദ്വന്ദ്വാവസ്ഥ ചിത്രത്തിലുണ്ട്. നടനല്ല, കഥാപാത്രമാണ് സിനിമയിലുള്ളതെന്ന ശക്തമായ ബോധ്യപ്പെടുത്തലാണ് ഇതിലൂടെ സംവിധായകൻ നൽകുന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമോ? എന്താണ് സ്വാതന്ത്ര്യം? കമ്മ്യൂണിസം പടരും ചില നാടുകളിൽ. KTN കോട്ടൂർ സമൂഹത്തിലെ ശരികേടുകളെയും നെറുകേടുകളെയും അന്യായങ്ങളെയും അനുവാചക സമക്ഷം തുറന്നു കാണിക്കുന്ന ബ്ലോഗുകളിലൂടെ കോട്ടൂർ എന്ന തൂലികാനാമത്തിൽ പ്രശസ്തനായ രവിചന്ദ്രശേഖർ എന്ന യുവാവിലൂടെയാണ് ചിത്രത്തിന്റെ കാഴ്ച മിഴിതുറക്കുന്നത്.
അല്ല രവി, നീ കുറെ കാലമായി കോട്ടൂരിൽ ചുമക്കുന്നു. എന്താണ് ഈ കോട്ടൂര്? സ്ഥലത്തിന്റെ പേരാണോ? എന്താണ് ആ ജീവചരിത്രത്തിന് ഇന്നുള്ള റെലവൻസ്? അവൻ തന്നെയാണ് കോട്ടൂർ. മണിയിലഞ്ഞികൾ കസ്തൂരി പൂശുന്ന മധുനിലാവിന്നരികെ കിടന്നു ഞാൻ. ചടുലമെൻ ശ്വാസവേഗത്തിനാലതിൻ സുഖദ നിദ്ര മുറിക്കാതെ അന്തിയിൽ നെറുകയിൽ മഞ്ഞുതുള്ളികൾ ചൂടുന്ന പുലരിയോടൊത്തു പുന്നിലത്തിന്നലെ ഹൃദയനാദത്തിനാൽ പോലും അവളുടെ നടനലാസ്യം മുടക്കാതെ അങ്ങനെ. കോട്ടൂർ എന്ന തൂലികാനാമത്തിന്റെ അവകാശിയെ അന്വേഷിക്കുന്ന റൂട്ട്സ് എന്ന അയാൾ കൂടി അംഗമായ നാടക സമിതിയിലെ സംഘാംഗങ്ങൾക്ക് മുന്നിൽ അയാൾ KTN കോട്ടൂരിന്റെ ദുരന്ത പര്യവസായിയായ ജീവിതത്തിന്റെ കെട്ടഴിക്കുന്നു. ചരിത്രം നിർമ്മിക്കുമ്പോൾ വിസ്മരിക്കപ്പെട്ടു പോയ, പടയിലും പന്തയിലും തോറ്റുപോയ കോട്ടൂരിന്റെ ജീവിതം അന്വേഷിച്ച് രവിചന്ദ്രശേഖർ കോട്ടൂരിൽ എത്തുമ്പോൾ ചിത്രം 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിലേക്കും ഇന്നത്തെ കാലത്തിലേക്കും പെൻഡുലമാടുന്നു. ഇവിടെ ഭൂതവും വർത്തമാനവും കഥയും കാഴ്ചയുമാകുന്നു. ഇത് ആരുമാവാൻ, ഒന്നും ആവാൻ കഴിയാതെ പടയിലും പന്തയത്തിലും തോറ്റുപോയ ഒരാളിന്റെ കഥയാണ്. കുഞ്ഞുമഴത്തുള്ളി, ഞാനൊരു കുഞ്ഞുമഴത്തുള്ളി, കൂട്ടുമഴത്തുള്ളി, നീ എൻ കൂട്ടുമഴത്തുള്ളി. പച്ചപ്ലാവില പാൽക്കിണ്ണം പൂഴിത്തരിമണലമൃതേത്ത് പുല്ലുതടുക്കിൽ ഉണ്ടു നിറഞ്ഞത് പിന്നെ ഒരിക്കലും അറിയാറുള്ളൊരു വാത്സല്യച്ചോറ്. സ്ത്രീ കഥാപാത്രങ്ങൾ നിറഞ്ഞാടുന്ന ചിത്രം കൂടിയാണ് ഞാൻ. അതൊരു വലിയ സത്യമാണ്. കാരണം പറയപ്പെടുന്ന കഥ 1930-40കളിൽ നടന്ന സ്വാതന്ത്ര്യ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ കമ്മ്യൂണിസത്തിന്റെ പച്ചപിടിക്കലും മറ്റ് സാമൂഹ്യ മാറ്റങ്ങളുമാണെങ്കിലും യഥാർത്ഥത്തിലുള്ള അന്വേഷണം നടക്കുന്നത് ഈ പുറന്തോടിനുള്ളിൽ നടക്കുന്ന വ്യക്തി സംഘർഷങ്ങളെക്കുറിച്ചാണ്. സമൂഹത്തിന്റെ ഈ അടരിൽ സ്വാഭാവികമായും നിറഞ്ഞു നിൽക്കുന്നത് സ്ത്രീ തന്നെയാണ്. അമ്മ, വലിയമ്മ, പണിക്കാരി, മണ്ണാത്തി, കുറത്തി, കാമുകി, തമിഴത്തി, പേറ്റിച്ചി, ഭാര്യ എന്നിങ്ങനെ വലിയൊരു സംഘം സ്ത്രീകൾ ഈ ബാഹ്യമായ സാമൂഹ്യ ഇടപെടലുകളുടെ ഇടയിൽ തങ്ങളുടെ ലോകങ്ങളിൽ വിലപിക്കുകയും തങ്ങളുടെ വ്യഥകൾ വെളിച്ചമുള്ള ഉമ്മറപ്പടിയിൽ എത്താതിരിക്കുന്നതും ഹൃദ്യമായി തന്നെ ചിത്രം അവതരിപ്പിച്ചിട്ടുണ്ട്. ഇളം മഞ്ഞിൽ തുള്ളികളാലം കൃതയാകുമോമൽ പുലരി തൻ നറു പുഷ്പദലം കണക്കേ ധനുമാസ നിലാവിൻ്റെ വളയണി കൈകളാലെ ദശപുഷ്പം തിരയുന്ന കുളിരു പോലെ വരിക നീ മനസ്വിനി മമ ജന്മവീഥികളിൽ ഇടം ചേരാനു യാത്ര തുടർന്നു പോകാം. ചുരുക്കത്തിൽ ഞാൻ സംവിധായകന്റെ സിനിമയാണെന്ന് ഉറപ്പിച്ചു പറയാം. സിനിമയുടെ സൂക്ഷ്മാംശങ്ങളിലും ആഖ്യാനത്തിലും രഞ്ജിത്ത് എന്ന സംവിധായകൻ ഏറെ ശ്രദ്ധ നൽകിയിട്ടുണ്ട്. ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്യുക മാത്രമാണ് സിനിമയുടെ ലക്ഷ്യമെന്ന് ശഠിക്കുന്നവർക്ക് ഈ സിനിമയിൽ രസം കണ്ടെത്താൻ കഴിഞ്ഞെന്ന് വരില്ല. ചിത്രം ഒരൽപ്പം ചിന്താശേഷി കൂടിയ ആസ്വാദകർക്കാണ് ക്ഷണക്കത്ത് നൽകുന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമോ? എന്താണ് സ്വാതന്ത്ര്യം? കമ്മ്യൂണിസം പടരും ചില നാടുകളിൽ. KTN കോട്ടൂർ. ജീവിതം സിനിമയാകുമ്പോൾ തീഷ്ണതയേറും.
ജലമെന്ന ചിത്രം ജീവിത സത്യത്തിൽ ഉറച്ചുനിന്ന് ജീവിതത്തിൻ്റെ തീഷ്ണത ശക്തിയായി സ്വീകരിച്ചിരിക്കുകയാണ്. ഒരു പാലത്തിനടിയിൽ അഭയം പ്രാപിച്ച ഒരു കുടുംബത്തിൻ്റെ കണ്ണുനീരിൻ്റെ ഉപ്പുകലർന്ന കാഴ്ചയാണ് ചിത്രത്തിൽ. സിനിമകൾ ഇങ്ങനെയും പിറവികൊള്ളണം. നേർജീവിതത്തിൻ്റെ ഹൃദയതാളവും ചൂടുമുള്ള കഥകൾ കാഴ്ചക്കാരെ ചിന്തിപ്പിക്കുകയും ഉത്തരവാദികളുടെ മനം മാറ്റുകയും ചെയ്യണം. ആ ദൗത്യമാണ് സംവിധായകൻ എം പത്മകുമാർ ജലം എന്ന ചിത്രത്തിലൂടെ സാധ്യമാക്കുന്നത്. ജീവിക്കാനായി മനസ്സമാധാനത്തോടെ ഒരു കാലടി ഉറപ്പിക്കുവാനുള്ള ഭൂമിക്കായി കേഴുന്നവരുടെ കഥയാണ് ചിത്രം പറയുന്നത്. പട്ടയം വിതരണത്തിന്റെ പേരിൽ ജനങ്ങളെ കബളിപ്പിക്കുന്ന അധികാരികളുടെ പൊള്ളത്തരവും ചുവന്ന നാടയുടെ അഴിയാക്കുരുക്കും ചെങ്ങറ സമരം അടക്കമുള്ള സാമൂഹിക വിഷയങ്ങളുമൊക്കെ ചിത്രം ചർച്ച ചെയ്യുന്നുണ്ട്. പ്രിയങ്കയാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രമായ സീതയെ അവതരിപ്പിക്കുന്നത്. ഭർത്താവ് ദിനകർ എന്ന കഥാപാത്രത്തെ ജെയിൻ ഏറ്റെടുത്തിരിക്കുന്നു. പട്ടയ വിതരണത്തിലെ നൂലാമാലകളിൽപ്പെട്ട് അന്തിയുറങ്ങാൻ പാലത്തിന്റെ തൂണിൻ ചുവട് ആശ്രയമാക്കിയ ഒരു കുടുംബത്തിന്റെ യഥാർത്ഥ കഥയാണ് ചിത്രത്തിന്റെ വിഷയം. മനോരമ ചീഫ് ഫോട്ടോഗ്രാഫർ RS ഗോപൻ പകർത്തി മനോരമ പ്രസിദ്ധീകരിച്ച വാർത്താചിത്രത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ജലം എന്ന ചിത്രത്തിന്റെ കഥ രൂപപ്പെട്ടത്. ചിത്രം കലങ്ങി മറിഞ്ഞൊഴുകുന്ന പുഴയുടെ പാലത്തിന്റെ തൂണിൻ ചുവട്ടിൽ ജീവിതം ഒഴുകിപ്പോകാതെ പിടിച്ചു നിർത്താൻ പാടുപെടുന്ന കരളലിയുന്ന കാഴ്ചകൾ ദൃശ്യമാക്കുമ്പോൾ അത് മനുഷ്യന്റെ ജീവിക്കുവാനുള്ള അവകാശത്തിന് നേർക്ക് പല്ലിളിച്ച് കാട്ടുന്നു. പുത്തൻപടത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കത്തുകൾ വഴി അറിയിക്കാം. വിലാസം: പ്രൊഡ്യൂസർ, പുത്തൻപടം, മനോരമ ന്യൂസ്, അരൂർ, ആലപ്പുഴ. പുത്തൻപടത്തിന്റെ പൂർണ്ണ വിവരങ്ങളും ദൃശ്യങ്ങളും ഞങ്ങളുടെ വെബ്സൈറ്റായ manoromanews.com ലഭ്യമാണ്. മനോരമ ന്യൂസിൽ ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.